ഹായ്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പറമ്പ് ഇതുപോലെ കാട് പിടിച്ച് കിടന്നിടമായിരുന്നു കേട്ടോ. ഇത്രയും നല്ല ഇതിലും കൂടുതലായിട്ട് കാട് പിടിച്ച് കിടന്നിടമാണ്. അവിടെയൊക്കെ ഞാൻ മെഷീനും കൊണ്ട് ഒന്ന് കട്ട് ചെയ്യിപ്പിച്ച് കാടെല്ലാം കളഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. കാര്യം ഭയങ്കര പന്നിശല്യമായിരുന്നു ഇവിടെ കേട്ടോ. അത് കാരണം ഒന്നും കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് തെങ്ങിൻ തൈ വാങ്ങിച്ച് നട്ടിട്ട് ഇതേപോലെ തൂണുകളൊക്കെ ചെറിയ കമ്പുകളൊക്കെ നാട്ടി ഗാർഡൻ നെറ്റ് ഇതുപോലെ ചുറ്റി വെച്ചു. ഏകദേശം ഒരു 1.5 മാസത്തോളമായി ഇതുപോലെ ഞാൻ ചെയ്തിട്ട് കേട്ടോ. ഇതുവരെ പറമ്പിൽ പന്നി വരുന്നുണ്ട്. കാര്യം അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പറമ്പ് കാണുമ്പോൾ. പക്ഷെ ഇതുവരെ എന്റെ തെങ്ങിൻ തൈകൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല പന്നി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ആ പറമ്പിൽ കുറച്ച് റംബുട്ടാൻ നട്ടുപിടിപ്പിച്ചു. അങ്ങനെ കാട് പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചു കേട്ടോ. കാര്യം ഇവിടെ കൂടുതലും പടലായിരുന്നു ഉള്ളത്. പടൽ എന്ന് പറഞ്ഞ ഒരു വള്ളിയാണ്. അപ്പൊ വള്ളി കിളുത്ത് വരുന്നതിന്റെ അനുസരിച്ച് ഞങ്ങൾ പിഴുത് കളയുകയും ചെയ്യും. പിന്നെ ഞാൻ ഇതുപോലെ കുറെ ചെറുനാരവും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചെറുനാരകത്തിനോടൊന്നും പന്നി വലിയ ശല്യം ചെയ്യത്തില്ല എന്നാണ് ഓർക്കുന്നത്. കാര്യം മുള്ളൊക്കെ ആയതുകൊണ്ട് ശല്യം ചെയ്തില്ലായിരിക്കും. എന്തായാലും അതിന് ചുറ്റുമൊന്നും ഞാൻ മറിച്ച് നട്ടിട്ടില്ല. തെങ്ങിൻ തൈക്ക് മാത്രമേ ഞാൻ ഗാർഡനിട്ട് ചുറ്റിയിട്ടുള്ളൂ. ഈ ചെറുനാരകം എന്ന് പറയുന്ന നല്ല നാരകം ഞാൻ കുരുവിട്ട് കിളിപ്പിച്ച് ആ നാരകത്തിന്റെ തൈയാണിത് കേട്ടോ. അത് ഇങ്ങനെ പറിച്ച് നട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും ചുറ്റിനുമൊക്കെ പുല്ല് കിളുത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പിഴുതൊക്കെ എനിക്ക് മാറ്റണം. അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. അത് കാരണമാണ് അതൊന്നും ചെയ്യാതിരിക്കുന്നത്. കൂടുതലും ഞാൻ നാരകത്തിന്റെ തൈ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വളർന്ന് അവിടെ വരുന്നെങ്കിൽ വരട്ടെ, കായ്ക്കുന്നെങ്കിൽ കായ്ക്കട്ടെ എന്നും കണ്ടാണ് മാങ്കുസ്റ്റിനും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാങ്കുസ്റ്റിൻ വെള്ളമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം പക്ഷെ നല്ല വെയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു ആഞ്ഞിലിയുടെ ചൂടായിട്ട് വരും. അങ്ങനെയുള്ളൊരു ഭാഗത്താണ് അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കാട് പിടിപ്പിക്കാതിരിക്കാനും വേണ്ടി പറമ്പിന് വന്ന് സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതുപോലെ ഈ ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് പ്രയോജനമായിക്കൊള്ളുമല്ലോ. ഇതൊരു റംബുട്ടാന്റെ ആയിരുന്നു കേട്ടോ. 2 വർഷമായിട്ട് ഇത് പൂത്തതാണ്. നിറയെ പൂവുണ്ടാകും, പക്ഷെ കാ പിടിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. പിന്നെ ഇതുപോലെ ചെറിയ കിളിർപ്പ് അധികമായിട്ട് വന്നൊക്കെ ഞാൻ അടർത്തി കളഞ്ഞു. 2-3 കിളിർപ്പൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്ന കണ്ടാണ്. കുറച്ച് ഞാൻ അവിടെ ഇങ്ങനെ തടിയെ തന്നെ നല്ല റംബുട്ടാന്റെ തണ്ട് വച്ചിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ അത് ഉണങ്ങിയിട്ടില്ല. കിളിർക്കുന്നെങ്കിൽ കിളിർക്കട്ടെ, അതിന് ഞാനിങ്ങനെ ചെയ്ത് പിടിപ്പിച്ചതാണ്. എന്തായാലും മൂടോടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ സീതാഫലുണ്ട്. അതുപോലെ കുറച്ച് മാതളം, ഒരു ബുഷ് ഓറഞ്ച്, എന്താ പുളിയുള്ള ഒരു ഓറഞ്ച് ഉണ്ടല്ലോ, അത് എല്ലാം കൂടെ ഒരു മുടി തന്നെയാണ് നിൽക്കുന്നത്. അത് എന്തായാലും ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല. കാര്യം നാരകത്തെ നല്ലതുപോലെ നാരങ്ങ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇത് പുളിയുള്ളതാണെന്ന് മിക്കവാറും ആൾക്കാർ ഇത് കട്ട് ചെയ്ത് കളയാറുണ്ട് ഈ മരത്തോടെ. പക്ഷെ ഞാനത് കട്ട് ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെറുനാരങ്ങ അച്ചാറിനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് ഉള്ള അച്ചാറാണ് ഈ ബുഷ് ഓറഞ്ചിന്റെ, അതായത് ഈ ചൈനീസ് ഓറഞ്ച് എന്ന് പറയുന്ന ഈ നാരങ്ങ നമ്മൾ ഉപ്പിലിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ജ്യൂസിന് മാത്രമല്ല, ജ്യൂസിന് നല്ലൊരു ഒരു മണവും ഒരു നല്ലൊരു ടേസ്റ്റും ഉള്ളതാണ്. പക്ഷെ അച്ചാറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് കേട്ടോ. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. പിന്നെ അതിനോട് അടുത്ത് തന്നെ ഒരു മാവ് നിൽപ്പുണ്ട്. അത് പഴയ ഒരു മാവാണിരുന്നു. അത് ഞാൻ വെട്ടി കളഞ്ഞിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ്. എപ്പോഴും ഇങ്ങനെ തറയോട് ചേർന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുമായിരുന്നു. വീണ്ടും പൊട്ടിക്കിളുത്തപ്പോൾ ഞാനൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ പഴയ ചാനൽ ബോസം ബ്ലോ എന്നുള്ള ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മാവൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത സമയം മുതൽ. പിന്നെ ഒരു നെല്ലി ഞാൻ പഴയ വീടിന്റെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 8-9 വർഷത്തോളമായി ഇതുവരെ പൂത്തിട്ടുമില്ല, കായ്ച്ചിട്ടുമില്ല. ബഡ് തൈ മേടിച്ചു വെച്ചതാണ്. എന്തായാലും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കായ്ക്കുവാണേ കായ്ക്കട്ടെ. രണ്ടാമത് ഈ മാവാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് കേട്ടോ. ഇത് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ആ സമയത്ത് ഇട്ടപ്പോൾ പലരും സംശയം ചോദിച്ചത് പിടിക്കുമോ എന്ന്. എന്തായാലും ഇത് മുഴുവൻ ഫുള്ള് ഞാൻ വെട്ടിക്കളഞ്ഞ മാവാണ്. 2 കമ്പ് മാത്രം നിർത്തി കേട്ടോ. എന്തായാലും അത് കുറേ മാവിന്റെ ഉണ്ട്, പല ടൈപ്പ് മാവിന്റെ കമ്പ് കൊണ്ട് ഞാൻ പിടിപ്പിച്ചാണ്. ഞാൻ എവിടെ പോയാലും ഒരു മാവ് കണ്ട അതിന്റെ ഒരു തണ്ട് ഞാൻ അടുത്തേക്കൊണ്ട് വരുമായിരുന്നു. കായ്ക്കുന്ന മാവാണെന്ന് വരില്ല. പക്ഷെ വെച്ചതെല്ലാം കിളിർത്തായിരുന്നു. വീണ്ടും ഒരു കമ്പി മാവിന്റെ തന്നെ കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തന്നെ ബഡ് ചെയ്യുകയും ഗ്രാഫ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ എനിക്ക് ഈ മാവ് കിളിർത്ത് വന്നിട്ടുമുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തതായിരുന്നു. അങ്ങനെ എന്നിട്ട് സൈഡിൽ വെച്ച് പിടിപ്പിച്ചതാണ്. അത് അടർന്നു പോകുമ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മുറി തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ച് ദിവസം ഞാൻ കെട്ടിയൊക്കെ വെച്ച് നോക്കിയതാണ്. പക്ഷെ അത് നല്ലപോലെ കായ്ക്കുന്ന മാവിന്റെ ആയതുകൊണ്ട് തന്നെ മിക്കവാറും അടുത്ത വർഷത്തേക്ക് അത് കായ്ച്ചേക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതും ഒരു സീതാഫലാണ് കേട്ടോ. ആ നല്ലൊരു ആത്തക്ക ഉണ്ടല്ലോ, ആ സാധനമാണ്. ഇത് ഒരു മതിലേലാണ് കിളിർത്ത് വന്നിരിക്കുന്നത് കേട്ടോ. പലതവണ ഞാൻ വെട്ടിക്കളഞ്ഞു. വീണ്ടും അത് ഞാൻ പോകത്തില്ല പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കിളിർത്ത് വന്നിരിക്കുകയാണ്.
അപ്പൊ ഈ ആണ്ടിൽ അതിൽ ഒരുപാട് കായ ഉണ്ടായി കേട്ടോ. നല്ല വലിപ്പമുള്ളതുമാണ്, നല്ല സ്വീറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വെട്ടിക്കളയുന്നില്ല എന്ന് വെച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് കണ്ടറിയാം അതിലേന്ന് കിളിർത്ത് വന്നിരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ കായൊക്കെ ഞാൻ അവിടെ നിർത്തി കേട്ടോ, അണ്ണാനോ എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ എന്നും കണ്ട്. അത് കാരണം എനിക്ക് വളം ഇട്ട് കൊടുക്കാൻ ഒരു വഴിയുമില്ല, മതിലിനിടയിൽ കൂടെ ആയതുകൊണ്ട്. പിന്നെ ഇതൊരു ആയിരജാക്കിന്റെ പ്ലാവും തൈയാണ്. അതൊന്ന് പിടർന്ന് ഒന്ന് മറിഞ്ഞ് വീണായിരുന്നു. വീണ് കഴിഞ്ഞപ്പോൾ കുറെ കിളിർപ്പ് ഇതുപോലെ തടിയെന്ന് തന്നെ വന്നു. ഞാൻ ഒരു താങ്ങൊക്കെ കൊടുത്ത് അത് വെച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്. മാവേലോട്ടൊരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അതെ കുറെ കൊച്ചു കൊച്ചു ചക്കകളുണ്ടായി. അത് പൊഴിഞ്ഞു പോകുന്ന ടൈപ്പ് ചക്കയാണെന്നാ തോന്നുന്നേ, അല്ലാത്തതും വന്നിട്ടുണ്ട്. ഇതൊരു സാധാരണ നമ്മുടെ ഓറഞ്ച് ആണ് കേട്ടോ. ഇപ്പം നട്ടുപിടിപ്പിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു. കാര്യം അരിയിട്ട് കിളിപ്പിച്ചാണ്, നമ്മുടെ സാധാരണ ഓറഞ്ചിന്റെ തന്നെ അരിയിട്ട് കിളിർപ്പിച്ചതാണ്. ഇത്രയും വരെ ഇതിന് വളർച്ച വന്നിട്ടുള്ളൂ. പക്ഷെ നല്ല മൂപ്പുള്ള മരമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതുവരെ കാ പിടിച്ചിട്ടോ പൂത്തിട്ടോ ഇല്ല. എന്തായാലും മിറ്റത്തിന്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അത് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. കാര്യം പൂക്കുമ്പോ പൂക്കട്ടെ, കായ്ക്കുവാണേ കായ്ക്കട്ടെ എന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് ഒരു ബഡ് പ്ലാവാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നട്ടു കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ അതിന്റെ ചോട്ടിൽ നിന്നേ ഇങ്ങനെ ശിഖരം വരുന്നുണ്ട്. എന്തായാലും ഇപ്പം ഞാൻ അതൊന്നും കട്ട് ചെയ്യുന്നില്ല, കുറച്ചുകൂടെ വളർന്നിട്ട് അത് ബുദ്ധിമുട്ടാണെന്ന് വരി കളയാം. ഇത് ഞാൻ വീട്ടില് ഒരു പോട്ടിൽ നട്ടു വെച്ചിരുന്ന റൊളീനിയത്തിന്റെ ഒരു തൈയാണ് കേട്ടോ. റൊളീനിയ സാധാരണ കുറച്ച് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ചട്ടിയിൽ നിന്ന് മാറ്റി ഇതുപോലെ നിലത്ത് നട്ടിരിക്കുകയാണ്. സാധാരണ പോട്ടിൽ വെച്ച് ഒരുവിധം വളർത്തിയതിന് ശേഷമാണ് ഞാൻ സാധാരണ ഇങ്ങനെ മാറ്റി നടാറുള്ളത്. ഇതായാലും ഒരു പോട്ടിലായിരുന്നു, എയർട്രോണിക് പോട്ടിലായിരുന്നു. ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് ആണ്. അതിനെയും കൊണ്ട് ഇതുപോലെ നിലത്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നിലത്ത് നട്ട് പിന്നെ നല്ലപോലെ പുതിയ കിളിർപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയായി തീരുമെന്ന്. അങ്ങനെ എൻ്റെ പറമ്പിനെ ഞാൻ അധികം ശല്യമില്ലാത്ത രീതിയിൽ കാട് പിടിപ്പിക്കാതെ ഇങ്ങനെ മാവും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ചെറിയ മാവും തൈ കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ. അതും ഒരു ബഡ് മാവിന്റെയാണ്. അങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിവിടെ നമ്മൾ സാധാരണ പഴയ ഒരു കോഴിക്കോടായിരുന്നു കേട്ടോ. എൻ്റെ ആ തൂണാണ്. ഇവിടെ ഇട്ടാണ് നമ്മളിപ്പോൾ തീ കത്തിക്കുന്നൊക്കെ ചെയ്യുന്നത്. ഇവിടെയുള്ള ചവറുകളൊക്കെ ഇട്ട് തീ കത്തിക്കുന്നിടമാണ്. പിന്നെ എൻ്റെ ഡ്രാഗൺ ആണ്. അത് ഞാനിങ്ങനെ ഫെൻസിങ് ചെയ്തിരിക്കുന്നത് കയറ്റി വിട്ടിരിക്കുകയാണ്, ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഇനമാണ് കേട്ടോ. എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഞാൻ വാങ്ങിച്ച് കഴിക്കാറുള്ള എത്ര പിങ്കിനൊന്നും അധികം ടേസ്റ്റ് ഉള്ളതല്ല. ഇത് പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ പഴയ വീടിന്റെ ഭാഗത്തും പറമ്പിലുമായിട്ട് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഫ്രൂട്ട്സിന്റെ തൈകൾ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഡ്രാഗണൊക്കെ ആയാലും ഈസി ആയിട്ട് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നവരെ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.